പാലത്തായി പോക്സോ കേസിലെ പ്രതി പത്മരാജന്റെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. പത്മരാജന് ഹൈക്കോടതി ജാമ്യം നൽകിയ തലശ്ശേരി പോക്സോ കോടതി വിധിച്ചത് ജീവപര്യന്തം തടവ് ശിക്ഷ. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി ചേരുന്നു. സാലി, ഇപ്പോൾ പാലത്തായി പോക്സോ കേസിലെ പ്രതി പത്മരാജന് ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു ആരോപണം കൂടി ഉയരുന്നു. ഇതിലൊരു ഒത്തുകളി ഉണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയരുകയാണ്. വിവരങ്ങൾ. അതായത് പത്മരാജൻ സമർപ്പിച്ച അപ്പീൽ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രശ്നം. പത്മരാജന്റെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. അയാളുടെ ഹർജി ഫയൽ സ്വീകരിച്ചു. അതിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചു. അതിൽ ഈ പത്മരാജന്റെ രണ്ടാമത്തെ പ്രയർ ഈ ശിക്ഷ റദ്ദാക്കണമെന്നും ശിക്ഷ റദ്ദാക്കുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണം എന്നുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗം കോടതി ഇന്ന് പരിഗണിച്ചു, ഉത്തരവ് പറഞ്ഞു. അതിൽ ശിക്ഷ മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം കോടതി അതിൽ പറയുന്നത് ചില ഇരയായ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന തരത്തിലുള്ള ചില വാദങ്ങളാണ്. പക്ഷെ അതിന് ഒരു പ്രതിസന്ധിയുണ്ട്. ഇത് ഒരു വിവാദമായ ഒരു കേസാണത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ BJP നേതാവായ അധ്യാപകൻ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ്. BJP നേതാവായതുകൊണ്ട് തന്നെ അതിൽ വലിയ വിവാദങ്ങൾ ഉയരുകയും BJP സംരക്ഷിക്കാൻ രംഗത്തെത്തുകയും ചെയ്തു. BJP അധ്യാപക സംഘടന നേതാവ് കൂടിയാണിത്. BJPയുടെ പഞ്ചായത്ത് തല പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ BJPയുടെ പ്രമുഖനായ ഒരു നേതാവ് എന്ന നിലയ്ക്ക് BJP അയാളെ സംരക്ഷിക്കാൻ രംഗത്തെത്തി. അങ്ങനെ ഒരു കേസിലാണ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇതിൽ കാര്യക്ഷമമായി കേസ് നടത്തുകയും തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷയും 20 വർഷം കഠിന തടവ്, അങ്ങനെ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് അതിവേഗ കോടതി അന്ന് വിധിച്ചത്. അതിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ അപ്പീലുമായി ഹൈക്കോടതി സമീപിക്കുന്നത്. ഹൈക്കോടതി അത് പരിഗണിച്ചിട്ട് ഇയാൾക്കിപ്പോൾ ഈ ശിക്ഷാവിധി മരവിപ്പിക്കുകയും ഒപ്പം ജാമ്യം നൽകുകയും ചെയ്തു. പാലത്തായി പോക്സോ കേസിൽ പ്രതി പത്മരാജന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. RSS നേതാവിന് ജാമ്യം ലഭിച്ചതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്.